വീട്ടുപണികൾക്കും തിരക്കുകൾക്കും ഇടയിൽ സ്വന്തം മനസ്സിനെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടാറുണ്ടോ? ഇല്ല അല്ലേ? പലപ്പോഴും നമുക്ക് ആർക്കും സമയം കിട്ടാറില്ല. എന്നാൽ വെറും 3 മിനിറ്റ് കൊണ്ട് ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ ജേർണലിംഗ് എഴുതി തുടങ്ങാമെന്ന് നോക്കിയാലോ? നമുക്ക് നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ജേർണലിംഗ് ഉദാഹരണ സഹിതമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒരു പേപ്പറോ പെന്നോ ഒക്കെ എടുത്ത് പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കാനായിട്ട് നോക്കണം. 3 പോയിന്റ്സേ ഉള്ളൂ ഞാൻ പറയുന്നത്. അപ്പം ഉദാഹരണവും ഉണ്ട്, അപ്പം നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. അപ്പം ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞു ഡയറി വേണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞു നോട്ട്ബുക്കോ എന്തെങ്കിലും നമുക്ക് എഴുതാനായിട്ട്. പുതിയത് വേണമെന്നൊന്നുമില്ല, നമ്മളുടെ വീട്ടിലുള്ള ഒരു നോട്ട്ബുക്ക് ആണെങ്കിലും മതി. അതിലേക്ക് ആദ്യം തന്നെ ഇന്നത്തെ ഡേറ്റ് എഴുതുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ ഓർക്കുക. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ, ഇന്നത്തെ ദിവസം എനിക്ക് സമാധാനമായിട്ട് ഒരു കപ്പ് ചായ കുടിക്കാൻ പറ്റിയാൽ അതും ഒരു നന്ദി പറയാനുള്ളൊരു കാര്യമാണ്. അതിന് നന്ദി എന്ന് പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എനിക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി, അതിന് നന്ദി. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എനിക്ക് വെറുതെ ഇരിക്കാൻ സമയം കിട്ടി, ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റി, അതിന് നന്ദി. അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുന്നതാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം എന്നെ പറയുന്ന വലിയ നേട്ടങ്ങളെക്കാൾ ഉപരി ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അവർക്ക് സന്തോഷം നൽകുന്നത്. അപ്പം അത് ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതി വെക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലക്ഷ്യം അഥവാ ഗോൾ. അപ്പം കുറേ നാളുകളായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്ന് എനിക്ക് ചെയ്യണം എന്ന് പറയുന്നതാണ് നമ്മളുടെ ലക്ഷ്യം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം എന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നു, അല്ലെ കബോർഡ് ക്ലീൻ ചെയ്യണം, കിച്ചൺ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതുവരെ പറ്റിയില്ല, ഇന്നത് ചെയ്യണം എന്ന് പറയുന്നതാണ് ഗോൾ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഫീലിംഗ് അഥവാ ഇന്നത്തെ നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ നമ്മളുടെ വികാരം എന്താണ്, നമുക്ക് സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ ദേഷ്യമായിരുന്നോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു ഉദാഹരണ സഹിതം പറയുവാണെങ്കിൽ രാവിലെ പണികളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു, അപ്പൊ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, മനസ്സിന് ഭയങ്കര ഒരു വിഷമവും ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും അതൊക്കെ സെറ്റിലായി, ഞാനിപ്പം ഭയങ്കര റിലാക്സ്ഡ് ആണ് എന്ന് പറയുന്നതാണ് നമ്മളുടെ അന്നത്തെ ചിന്ത. ഇന്നത്തെ ദിവസം എന്റെ ഫീലിങ്സ് എന്തായിരുന്നു എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരുപാട് വിഷമമുള്ളൊരു കാര്യമാണെങ്കിൽ അതും നമ്മൾ തുറന്ന് എഴുതുമ്പം നമുക്ക് മനസ്സിന് ഒരുപാട് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും. 3 പോയിന്റ്സ് വെച്ച് എഴുതുമ്പം 3 മിനിറ്റ് അല്ലേ എടുക്കുന്നുള്ളൂ. ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ പോയി ഡയറിയും പെന്നും ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചോ. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 3 മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും